നമ്മൾ പോക്കോ X2ൻ്റെ അൺബോക്സിങ്ങും റിവ്യൂ ഒക്കെ നമ്മൾ ഈ ചാനലിൽ ചെയ്തായിരുന്നു. എന്നാൽ ഞാൻ ഈ ഫോൺ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4 മാസം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ആദ്യം തന്നെ ഫോണിൻ്റെ ഡിസൈനിനെ പറ്റി നോക്കാം. ഫ്രണ്ടും ബാക്കും ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ നല്ലൊരു പ്രീമിയം ഫീലാണ് നമ്മുടെ ഈ ഫോൺ തരുന്നത്. അതുകൊണ്ട് തന്നെ ബാക്ക് സൈഡിൽ ഇതിലായിട്ടും ഒരു സ്ക്രാച്ചും ഉണ്ടായിട്ടില്ല. ഡിസ്പ്ലേ പറ്റി പറയുമ്പോൾ നമുക്കിതിനകത്ത് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. നമ്മുടെ ഈ ഫോൺ രണ്ട് രീതിയിലുള്ള റിഫ്രഷ് റേറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആദ്യം തന്നെ 120 ഹെർട്സും അതുപോലെ തന്നെ 60 ഹെർട്സും. എന്നാൽ നമ്മൾ ഈ ഫോൺ മേടിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് തന്നെയാണ്. ഞാൻ ഈ ഫോൺ കൂടുതൽ ടൈം യൂസ് ചെയ്യുന്നത് 120 ഹെർട്സിലാണ്. കാരണം അതിൻ്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ലെവൽ തന്നെയാണ്. എന്നാൽ ഇതിൻ്റെ മറ്റൊരു പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. കാരണം ഇതിനകത്ത് വരുന്നത് IPS LCDയുടെ ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ കളർ റീപ്രൊഡക്ഷൻ ഒന്നും കാണത്തില്ല. എന്നാൽ എനിക്ക് തോന്നിയൊരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AMOLED ഡിസ്പ്ലേ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു വിവിഡായിട്ടുള്ളൊരു കളർ നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടിയേനെ. ഇനി നമുക്ക് പെർഫോമൻസ് നോക്കാം. ഞാൻ പല ആപ്ലിക്കേഷനും ഓപ്പൺ ആക്കിയതിന് ശേഷം ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്ത് നോക്കി. എന്നാൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്ക് ചെയ്തു. കാരണം ചില ആപ്ലിക്കേഷൻസ് അത് നമ്മൾ വീണ്ടും റീലോഡ് ചെയ്യുമ്പോൾ ആദ്യം തൊട്ട് റൺ ചെയ്യാൻ തുടങ്ങും. എന്നാൽ ചിലതൊക്കെ ആണെങ്കിൽ നമ്മൾ എവിടെ വെച്ച് ക്ലോസ് ചെയ്തോ അവിടെ തൊട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഈ ഒരു ഡിസ്പ്ലേയിൽ വരുന്നത് 120 ഹെർട്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു യൂസർ ഫീല് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇനി ഇതിനകത്ത് എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഫോണിൻ്റെ ഒരു അൺലോക്കിംഗ് സ്പീഡാണ്. ഞാൻ ഫിംഗർ പ്രിൻറ്റും അതേപോലെ തന്നെ ഫേസ് ഐഡിയും യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടിലും കിട്ടുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ അപാര സ്പീഡാണ്. അപ്പോൾ നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു സ്പീഡ്. അപ്പോൾ അൺലോക്കിങ്ങിൻ്റെ കാര്യത്തിൽ മികച്ചൊരു പെർഫോമൻസ് ആണ് ഈ ഒരു ഫോൺ തരുന്നത് തന്നെ. ഇനി എല്ലാവരും നോക്കിയിരുന്നത് ഈ ഫോണിൻ്റെ ഒരു ഗെയിമിംഗ് പെർഫോമൻസ് ആണ്. ഇപ്പോൾ PUBG ഒക്കെ കളിക്കുമ്പം HDR+ എക്സ്ട്രീമിലൊക്കെ കളിക്കുവാണെങ്കിൽ നമുക്കൊരു 50+ FPS ഒക്കെ നമുക്ക് ഒരു ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്ന 120 ഹെർട്സിലുള്ള ഒരു റിഫ്രഷ് റേറ്റ് ആയതുകൊണ്ട് നല്ലൊരു പെർഫോമൻസ് തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഇൻബിൽട്ടായിട്ട് വരുന്ന ഒരു ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം കൂടി ഉണ്ടായതുകൊണ്ട് അങ്ങനെ വലിയ ലാഗോ കാര്യങ്ങളൊന്നും വരത്തില്ല. അതേപോലെ തന്നെ ഹീറ്റപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ഗെയിം കളിക്കുമ്പോൾ. അപ്പോൾ ഓവറോൾ ഗെയിമിങ്ങിൻ്റെ കാര്യം വരുവാണെങ്കിൽ നല്ലൊരു പെർഫോമൻസ് ആണ് ഈ ഒരു ഫോൺ തരുന്നത്. ഇനി ഇതിനകത്ത് എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ പ്രൊസസ്സറാണ്. പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 730G ആണ്. അപ്പോൾ G എന്ന് സൂചിപ്പിക്കുന്നത് ഗെയിമിംഗ് ആണ്. സോ ഗെയിമിങ്ങിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊസസ്സറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് തന്നെ. അപ്പോൾ ഗെയിമിംഗ് കളിക്കാൻ വേണ്ടി ഒരു ഫോൺ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ്. കാരണം വലിയ പ്രശ്നമൊന്നുമില്ല. വലിയ പ്രശ്നമൊന്നുമല്ല, നല്ലൊരു പെർഫോമൻസ് ആണ് നമുക്ക് ഈ ഒരു ഫോൺ തരുന്നത് തന്നെ. ഇനി ഈ ഫോണിൽ എടുത്തു പറയേണ്ട രണ്ട് ഫീച്ചേഴ്സാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ഡയലർ എടുത്തതിന് ശേഷം നമ്മളൊരു നമ്പർ ഡയൽ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ വീഡിയോ കോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു ഫോണിലുണ്ട്. അതുകൂടാതെ മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ വോയിസ് ഓവർ വൈഫൈ എന്നാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഇപ്പോൾ റേഞ്ച് ഇല്ല, എന്നാൽ നമുക്ക് വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് വോയിസ് ഓവർ വൈഫൈ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ഫീച്ചേഴ്സും നമ്മുടെ ഈ ഫോണിൽ അവൈലബിൾ ആണ്. അടുത്തതായിട്ട് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയാണ്. ഈ ഫോണിൽ വരുന്നത് 4500 mAh ഒരു ബാറ്ററിയാണ് വരുന്നത്. അതേപോലെ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 120 ഹെർട്സിലാണ് ഇട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു ബാറ്ററി ബാക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിനുള്ളിലുള്ള ഒരു ബാക്കപ്പാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമ്മുടെ ബാറ്ററിയുടെ ഗ്രാഫൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ സ്ക്രീനാണ്, അതിനുശേഷം വരുന്നത് യൂട്യൂബ്, പിന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം, ക്രോം, അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസൊക്കെ അനുസരിച്ചിരിക്കും നമ്മുടെ ഒരു ബാറ്ററി ബാക്കപ്പ്. ബാറ്ററി കുറച്ചും കൂടി സേവ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ റിഫ്രഷ് റേറ്റ് 60 ഇട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1.5 ദിവസം അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. എന്നാൽ നമ്മൾ ഈ ഫോൺ മേടിക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു റിഫ്രഷ് റേറ്റ് ഒക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് 120 ഹെർട്സിലൊക്കെ ഇട്ട് യൂസ് ചെയ്യാനാണ്. എന്നാൽ നമ്മൾ ചില സാഹചര്യത്തിലൊക്കെ വരുമ്പോൾ നമ്മൾ 60 ഹെർട്സിലൊക്കെ ഇട്ട് യൂസ് ചെയ്യേണ്ടി വരും. അഥവാ ഇപ്പോൾ നമുക്കൊരു കറണ്ടോ കാര്യങ്ങളോ ഒക്കെ ഇല്ലാതെ വരുമ്പം നമുക്ക് കുറച്ചും കൂടി ബാറ്ററി സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 60 ഹെർട്സിലിട്ട് യൂസ് ചെയ്യാണ് കുറച്ചും കൂടി നല്ലത്. ഈ ഫോണിലുള്ള മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ഫുൾ സ്ക്രീനിലൊക്കെ ഇട്ട് കാണുകയാണെങ്കിൽ കുറേയൊക്കെ പോർഷനൊക്കെ ക്രോപ്ഡായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. സോ അതൊരു പോരായ്മയായിട്ട് തന്നെ എനിക്ക് തോന്നി. എന്നാൽ പഞ്ച്ഡ് ഹോൾ ക്യാമറ ഉള്ളതിൻ്റെ ഒരു വലിയ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും നമ്മളൊരു വീഡിയോ കാണുമ്പോൾ നമ്മളൊന്നും അറിയുന്നില്ല. ഇനി ഈ ഫോണിൻ്റെ സൗണ്ട് ക്വാളിറ്റിയെ പറ്റിയാണ് പറയാനുള്ളത്. നല്ല ഫുൾ വോളിയത്തിലൊക്കെ ഇട്ട് നമ്മൾ പാട്ട് കേൾക്കുകയാണെങ്കിലും വലിയ ഡിസ്ട്രോഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അതേപോലെ ഡയലോഗ്സൊക്കെ കേൾക്കുകയാണെങ്കിൽ നല്ല ക്ലിയർ ആണ്. കാരണം ഇതിനകത്ത് നിന്ന് വരുന്ന ഒരു ബേസും അതേപോലെ തന്നെ മിഡ് ടോൺസൊക്കെ എന്ന് പറഞ്ഞാൽ പക്ക ക്ലാരിറ്റിയോട് കൂടിയാണ് വരുന്നത്. എന്നാൽ ഇതിനകത്തുള്ള ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇല്ല. എന്നാൽ നമുക്ക് ഈ ഒരു ഫോൺ ബഡ്ജറ്റ് റേഞ്ചിലായതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്തതെന്ന് എനിക്ക് തോന്നി. വീഡിയോ കോളിംഗ് ക്ലാരിറ്റിയെ പറ്റിയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇതിനകത്ത് ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും ഒക്കെ വീഡിയോ കോളൊക്കെ ചെയ്ത് നോക്കി. നല്ലൊരു HD ക്ലാരിറ്റിയിലാണ് നമുക്ക് വീഡിയോ കോൾ ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇതിൻ്റെ ഫ്രണ്ട് ഫേസിങ് ക്യാമറ എന്ന് പറഞ്ഞാൽ 20 MBയും അതേപോലെ 2 MB ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഫോണിൽ കൂടെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ നല്ലൊരു ക്ലാരിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്.
നമ്മുടെ ഈ ഫോൺ മേടിക്കുമ്പോൾ ഇൻബിൽട്ടായിട്ട് ആൻഡ്രോയിഡ് വെർഷൻ 10ഉം അതേപോലെ MIUI 11 വന്നിരിക്കുന്നത്. അതേപോലെ സെക്യൂരിറ്റി അപ്ഡേറ്റുകളൊക്കെ 3 ഞാൻ ഈ ഫോൺ മേടിച്ചതിന് ശേഷം വന്നത്. ലാസ്റ്റിൽ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ 1 ലാസ്റ്റ് സെക്യൂരിറ്റി അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. ഓവറോൾ ടെക്നിക്കൽ സപ്പോർട്ടും അതേപോലെ തന്നെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ MIUI 12ൻ്റെ പുതിയ വെർഷൻ ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ അതൊന്നും ഇതുവരെയായിട്ടും അപ്ഡേറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. താമസിക്കാതെ തന്നെ ആ ഒരു അപ്ഡേറ്റ് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ഈ ഫോണിൻ്റെ ക്യാമറയെ പറ്റിയാണ് നോക്കാനുള്ളത്. നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ 3 രീതിയിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ഒന്ന് അൾട്രാ വൈഡ്, മാക്രോ. അതേപോലെ തന്നെ നമുക്ക് 64 MB സെൻസർ യൂസ് ചെയ്ത് നല്ലൊരു ഫോട്ടോ എടുക്കാനും നമുക്ക് ഈ ഫോൺ കൊണ്ട് പറ്റുന്നതാണ്. എന്നാൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ വൈഡ് ആംഗിളും അതേപോലെ തന്നെ മാക്രോ പിന്നെ 64 MB ആണ്. നമ്മൾ മാക്രോയിലൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ ഫിംഗർ പ്രിൻ്റൊക്കെ നല്ല സുഖമായിട്ട് ഫോക്കസ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ വൈഡ് ആംഗിളിലും നല്ല രീതിയിലുള്ളൊരു കളർ പ്രൊഡക്ഷനും കാര്യങ്ങളും ഉണ്ട്. കൂടാതെ നമുക്ക് AI സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ഒബ്ജക്റ്റൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ 64 MB മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ സൂമിൻ ചെയ്യാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. പക്ഷേ HD ക്ലാരിറ്റിയിലുള്ള ഒരു പിക്ചർ ആയിരിക്കും ക്യാപ്ചർ ചെയ്യുന്നത്. നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ സൂമിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിലോ കാര്യങ്ങളോ ഒന്നും പോകത്തില്ല. എന്നാൽ വൈഡ് ആംഗിളിൻ്റെ കാര്യത്തിൽ വരുവാണെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 8 MB ഒരു ക്യാമറയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് നിന്ന് കിട്ടുന്ന ഫോട്ടോയ്ക്ക് ഒരു ക്ലാരിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. നമ്മൾ ഫോട്ടോയുടെ ഫീച്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം വിട്ടുപോയി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോണിനകത്ത് പ്രോ മോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മാനുവലി നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ പ്രോ മോഡാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് പ്രോ മോഡാണ്. അപ്പോൾ ഫുൾ മാനുവൽ കൺട്രോളാണ് നമുക്കൊരു ഫോട്ടോ എടുക്കുമ്പോൾ കിട്ടുന്നത്. ഫോക്കസ് അതേപോലെ നിരവധി ഓപ്ഷൻസ് ആ ഒരു പ്രോ മോഡിൽ നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ പ്രോ മോഡിൽ ഫോട്ടോ എടുക്കുന്ന സമയത്ത് റോയിലുള്ള ഔട്ട്പുട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് പിന്നീട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. ഇനി നമുക്ക് ഈ ഫോണിൽ വീഡിയോ എടുക്കുമ്പോഴുള്ള ക്വാളിറ്റിയാണ് നോക്കാനുള്ളത്. ഈ ഫോണിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ 4K വരെ എടുക്കാൻ പറ്റും. 4Kയിൽ 30 FPS, അതേപോലെ തന്നെ 1080 വരുമ്പോൾ 60/30, അതേപോലെ 720 എടുക്കാൻ പറ്റും. നോർമൽ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി സ്റ്റെബിലൈസേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. OIS അല്ല, ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ക്രോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കാണും. എന്നിരുന്നാൽ കൂടി വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ലൊരു വീഡിയോ ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ഈ ഒരു ക്യാമറയിൽ നിന്ന് കിട്ടുന്നത്. പിന്നീട് വരുന്നത് സ്ലോ മോഷനാണ്. സ്ലോ മോഷൻ വരുന്നത് 120 FPS, അതേപോലെ 240, 960 ആണ് വരുന്നത്. 120 FPS എടുക്കുമ്പോൾ നമുക്ക് 1080 എടുക്കാൻ പറ്റുമെന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ 240 നമുക്ക് 720p നമ്മുടെ വീഡിയോ റെക്കോർഡ് ആവുന്നത്. വീഡിയോയുടെ കാര്യത്തിൽ എനിക്ക് പോരായ്മയെന്ന് തോന്നിയത് 4Kയിൽ 60 FPS ഇല്ല എന്നുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ഈ ഫോണിൻ്റെ ഓവറോൾ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പം 4 മാസം നമ്മൾ യൂസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇത് റിവ്യൂ ചെയ്യുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഇതിനകത്ത് പറയാനായിട്ട് തോന്നിയത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഈ പോക്കോ X2 ഓൺ ചെയ്തിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. കാരണം ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നതായിരിക്കും നിങ്ങളുടെ ആ കമൻറ്റ്. അതേപോലെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ അടിപൊളി വീഡിയോസ് ഉണ്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.